കോഴിക്കോട് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന് നേരെ ഡ്രൈവറുടെ ആക്രമണം. പന്തീരകാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം നടന്നത്. മാങ്കാവ് സ്വദേശി നിഷാദിനാണ് പരിക്കേറ്റത്. ബസിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന റംഷാദാണ് ആക്രമണം നടത്തിയത്. മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ് ഇയാൾ. വിവരങ്ങൾ നൽകാനായി ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു അതിക്രമം ബസ്സിനുള്ളിൽ നടത്തിയത്? ഇനി എന്തിന്റെ പേരിലാണ് പൊതു ഇടങ്ങളിൽ ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നത്? അത്ര ശരി തന്നെയല്ല. വിശദാംശങ്ങൾ ഗോകുൽ. ഇപ്പോൾ കസബ പോലീസ് സ്റ്റേഷന്റെ പിടിയിലാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഈ അക്രമത്തിന് പിന്നിലുള്ള കാര്യം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ മാങ്കാവ് സ്വദേശിയായിട്ടുള്ള നിഷാദിന്റെ കഴുത്തിന് തൊട്ടടുത്ത് നിന്ന് കൈയിടുന്നുണ്ട്. ഈ കൈ എടുത്തു മാറ്റാനുള്ള ശ്രമം മറ്റേ റംഷാദ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടാകുന്നത്. ബസ്സിൽ നിരവധി യാത്രക്കാർ, ക്ലീനർ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പിന്നീട് കൈയെടുത്തു മാറ്റാൻ ശ്രമിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള മർദ്ദനമാണ് നടക്കുന്നത്. മുഖത്തുൾപ്പെടെ മർദ്ദിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ എടുത്ത് മാറ്റുന്നുണ്ട്. തോളിൽ കൈവച്ചതിന്റെ തർക്കമാണ് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ നിഷാദ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റംഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ അക്രമത്തിന് കാരണമായ കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അത് ചോദിച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 20-ാം തീയതിയാണ് സംഭവം. 20-ാം തീയതി രാത്രി 9 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അക്രമം നടത്തിയിട്ടുള്ള റംഷാദ് മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ്. ഈ ബസ്സിന്റെ പിൻസീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അക്രമം നടക്കുന്ന സമയത്തായാലും ക്ലീനർ ഉൾപ്പെടെയുള്ള ആളുകളോ ബസ്സിലെ മറ്റ് യാത്രക്കാരോ ഒന്നും അതിൽ ഇടപെടാതിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അക്രമത്തിനിരയായ വ്യക്തിയെ ബസ്സിലെ പകുതി വഴിക്ക് ഇറക്കി വിടുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് സ്റ്റേഷനെ ബന്ധപ്പെടുമ്പോൾ അറിയുന്നത്. ശരി, ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.